തിരുവനന്തപുരം മംഗലത്തുകോണം ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിക്ക് മുൻപിൽ സ്ഫോടക വസ്തു എറിഞ്ഞെന്ന പരാതി ക്ഷേത്ര ഭരണസമിതി ബാലരാമപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഓട്ടോയിലെത്തിയ സംഘം സ്ഫോടക വസ്തു എറിയുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഉച്ചയ്ക്ക് 1 മണിയോടെ ഓട്ടോറിക്ഷയിലെത്തിയ സംഘം ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിക്ക് മുന്നിൽ സ്ഫോടക വസ്തു എറിഞ്ഞതാണ് പരാതി. സ്ഫോടക വസ്തു എറിഞ്ഞ് കടന്നതിന് ശേഷം വീണ്ടും തിരികെ എത്തി ഇതേ കൃത്യം ആവർത്തിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പിന്നാലെ തിരുവനന്തപുരം മംഗലത്തുകോണം കാട്ടുതള ക്ഷേത്രത്തിലെ ഭരണസമിതി പോലീസിൽ പരാതി നൽകി. ഞങ്ങൾ വിചാരിച്ചത് ഈ ദീപാവലിയുമായിട്ട് ബന്ധപ്പെട്ട് പൊട്ടാത്ത കിടന്ന പടക്കങ്ങളെടുത്ത് കത്തിച്ചതായിരിക്കും എന്നുള്ള ധാരണയിരിക്കുകയായിരുന്നു. കണ്ട ചില ആൾക്കാർ അവിടെ നിൽക്കുന്നു. അവർ പറഞ്ഞതനുസരിച്ച് ആട്ടോയിൽ വന്ന 2-3 പേര് 2 സ്ഫോടക വസ്തുക്കൾ നമ്മുടെ ഈ കാണിക്ക വഞ്ചിയുടെ സമീപത്തായിട്ട് എറിഞ്ഞു. ഈ പൊട്ടാതെ കിടന്ന സ്ഫോടക വസ്തു എടുത്ത് വീണ്ടും അവിടെ എറിഞ്ഞ് പൊട്ടിച്ചു പോയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് തന്നെ നമ്മൾ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി ഒത്തുകൂടിയിട്ട് ഒരു പരാതി ബാലരാമപുരം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷമുണ്ടാക്കാൻ സംഘം ശ്രമം നടത്തിയെന്നാണ് പരാതി. മോട്ടോർ വാഹന വകുപ്പിന്റെ സഹായത്തോടെ ഓട്ടോറിക്ഷ ഉടമയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.